കുറ്റപ്പെടുത്തൽ സഹിക്കാൻ കഴിയാതെയാണ് ജോസ് നിലയിടം ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. എന്താവശ്യത്തിനും നാട്ടുകാർക്ക് മുന്നിൽ ഓടിയെത്തുന്ന ആളായിരുന്നു ജോസ് എന്നാണ് പൊതുജനം പറയുന്നത്. സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അവൻ ചെയ്തതാണ്. അതല്ലാതെ ഇതിൻ്റെ അകത്ത് അവൻ ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ. കാരണം തെറ്റ് ചെയ്തവനാണെങ്കിൽ അവനത് പിടിച്ചു വയ്ക്കാനുള്ള ധൈര്യം ഉണ്ടാവും. ഇത് തെറ്റ് ചെയ്യാത്തവനെ ക്രൂശിച്ച് അവനെ കൊന്നു കളഞ്ഞതാണ് ശരിക്കും. നാടിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ്. എന്ത് കാര്യത്തിനും, അത് പാർട്ടിക്കാരെന്നുള്ള അല്ലെങ്കിൽ ഒരു മതവാദം നോക്കിയിട്ട് ചിന്തിക്കുന്നല്ല, എന്ത് സഹായത്തിനും പുള്ളിയുണ്ട്. അതേ സമയത്ത് രാത്രിയും പകലും നോക്കാണ്ടല്ലോ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച പ്രവർത്തനം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നീതി കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ഉപകാരം ചെയ്തുകൊണ്ടിരുന്ന അറിയാം. എല്ലാ വിഷയത്തിലോട്ടും അവന് വേണ്ട പ്രവൃത്തി എല്ലാം ചെയ്തു കൊടുക്കും. എല്ലാവർക്കും ഉപകാരപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അതിനേക്കാൾ ഉപരിയായി ഇപ്പോൾ ഈ അടുത്തുണ്ടായിട്ടുള്ള ചെറിയൊരു വിഷയങ്ങളുണ്ട്. അതിനകത്ത് ജോസേട്ടൻ്റെ അടക്കം പങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായി ബന്ധപ്പെട്ട് പുള്ളിയിലേക്ക് അന്വേഷണം വരുന്നു, പോലീസ് വിളിക്കുക, അന്വേഷിക്കുക എന്നൊക്കെയുള്ളൊരു ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ. കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് കളിയുടെ ഒരു ഇരയാണ് നിലവിൽ ജോസേട്ടനാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ജോസേട്ടൻ അറിയുന്നത് മധ്യ മനുഷ്യനെ പുള്ളി എന്ത് കേസിന് മുൻപന്തി നിൽക്കുന്ന ഒരാളാണ്. നമുക്കത്ര അറിയപ്പെടുന്ന ഒരാൾ തന്നെ ജോസേട്ടൻ. ഞങ്ങളെ ആ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു 10-25 വർഷക്കാലമായിട്ട് അവിടുത്തെ മിനിമം ഗ്യാരണ്ടി കറണ്ട് കൊണ്ടുവരുന്നത്, പിന്നെ റോഡ് കൊണ്ടുവരുന്നത്, അങ്ങനെ മറ്റേ വെള്ളത്തിൻ്റെ പ്രശ്നമായിക്കോട്ടെ, ഇപ്പോൾ അടുത്ത് എന്നാൽ പൊളിഞ്ഞു കിടക്കുന്ന റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ആളാണ് ജോസ് നെല്ലാടൻ എന്ന് പറഞ്ഞ ആൾ. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞങ്ങൾ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാർ എന്ത് വിഷയങ്ങൾക്കും കൂടെ നിൽക്കുകയും ജീവനക്കാരുടെ ഓരോ ചടങ്ങുകളിലും അതിൻ്റെ നേതൃത്വം എടുത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ജോസ് ചേട്ടൻ. അതുപോലെ കടയൊക്കെ പുള്ളിയുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉടനെ ഷട്ടർ കത്തി ആ ജനങ്ങളുടെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യരാണ് ജോസ് ചേട്ടൻ. പുള്ളിൻ്റെ മരണം ഞങ്ങൾക്ക് അഗാധമായ ദുഃഖമാണ്. ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഇതാണ് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറയുന്നത്. വയനാട്